ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പാസ്കൽസ് ലായുടെ ആപ്ലിക്കേഷനും അവയുമായി ബന്ധപ്പെട്ട കണക്കുമാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കേശികത്വം അഥവാ ക്യാപ്പിലാരിറ്റി എന്നുള്ളതാണ്. കേശികത്വം അഥവാ ക്യാപ്പിലാരിറ്റി. അപ്പോൾ ഈ ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ദ്രവബലം അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. ദ്രാവകങ്ങൾ അഥവാ ലിക്വിഡ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ക്യാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ടെസ്റ്റ് ട്യൂബുകൾ കാണാം. രണ്ട് ടെസ്റ്റ് ട്യൂബുകൾ ക്രമീകരണം കാണാൻ സാധിക്കും. രണ്ട് ടെസ്റ്റ് ട്യൂബുകളിലും രണ്ട് വീതി കുറഞ്ഞ കനം കുറഞ്ഞ രണ്ട് ട്യൂബുകൾ ഡിപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൽ ഒന്നാമത്തതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് ആ ലിക്വിഡിന്റെ നിരപ്പിന്, ആ ദ്രവത്തിന്റെ നിരപ്പിന് മുകളിലേക്ക് ആ ട്യൂബിലൂടെ എന്ത് കയറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും, ആ ദ്രവം കയറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബില് ആ ലിക്വിഡിന്റെ നിരപ്പിന് താഴേക്കാണ് ആ ദ്രവത്തിന്റെ നിരപ്പുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്താണ് ഇതിന് പിറകിലുള്ള കാരണം? അപ്പോൾ ഈ ഒരു കാരണം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഉയർച്ചയെ എന്ന് പറഞ്ഞാൽ ആ നിരപ്പിന് മുകളിലേക്ക് ദ്രവം ഉയരുന്നതിനെ, ആ ഒരു ഉയർച്ചയെ നമ്മൾ പറയും ക്യാപ്പിലറി റൈസ് അഥവാ കേശിക ഉയർച്ച. അപ്പൊ ഈ ഉയർച്ചയെ പറയുന്ന പേരാണ് കേശിക ഉയർച്ച അഥവാ ക്യാപ്പിലറി റൈസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അപ്പുറത്ത് കാണാൻ സാധിക്കും, ആ നിരപ്പിന്റെ താഴേക്ക് ലിക്വിഡ് വരുന്നതിൽ, ആ ഒരു നാരോ ട്യൂബിൽ താഴേക്ക് വരുന്നതിൽ നമുക്ക് അതിനെ പറയാൻ പറ്റുന്നത് ക്യാപ്പിലറി ഡിപ്രഷൻ അഥവാ കേശിക താഴ്ച. അപ്പോൾ ഈ കേശിക ഉയർച്ച, കേശിക താഴ്ച എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കേശിക ഉയർച്ച ഉണ്ടാകുന്നു, എന്തുകൊണ്ട് കേശിക താഴ്ച ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ക്യാപ്പിലറി റൈസ് ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ക്യാപ്പിലറി ഡിപ്രഷൻ ഉണ്ടാകുന്നു, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. What is capillarity? Capillarity is the rise or depression of a liquid through a narrow tube or a minute hole. ഒരു കനം കുറഞ്ഞ, വീതി കുറഞ്ഞ ഒരു ട്യൂബിലൂടെ ഗുരുത്വാകർഷണ ബലത്തിന് വിപരീത ദിശയിൽ ദ്രാവകം മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക്, നിരപ്പിന് മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് നീങ്ങുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ക്യാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, എന്തുകൊണ്ട് രണ്ട് ദ്രവങ്ങളിലും രണ്ട് തരത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടായി, രണ്ട് നിരപ്പുകൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തതിൽ അതായത് കേശിക ഉയർച്ച ഉണ്ടായത്, ക്യാപ്പിലറി റൈസ് ഉണ്ടായത് ജലം നിറച്ച ടെസ്റ്റ് ട്യൂബിലാണ്. രണ്ടാമത്തെ സിറ്റുവേഷനിൽ അതെന്താണ്, ജലമല്ല നിറച്ചിരുന്നത്, അത് മെർക്കുറിയാണ്. അപ്പോൾ ക്യാപ്പിലറി റൈസ് ഉണ്ടാകുന്ന ഒരു ലിക്വിഡ് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഏത് പറയാൻ സാധിക്കും? ജലം എന്ന് പറയാൻ സാധിക്കും. എന്നാൽ ക്യാപ്പിലറി ഡിപ്രഷൻ ഉണ്ടാകുന്നത് ഏതിലാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം എന്താണ്, മെർക്കുറി. മെർക്കുറിയിൽ എന്തുകൊണ്ട് ക്യാപ്പിലറി ഡിപ്രഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ജലത്തിന് എന്തുകൊണ്ട് ക്യാപ്പിലറി റൈസ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള റീസൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ക്യാപ്പിലാരിറ്റിയുടെ കാരണം അല്ലെങ്കിൽ അതിന്റെ റീസൺ നോക്കുമ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന 3 ഉദാഹരണങ്ങൾ പരിശോധിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ജലോപരിതലത്തിലൂടെ പ്രാണികൾ സഞ്ചരിക്കുന്നു. ഈ പാഠം ആരംഭിച്ചപ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, ജലോപരിതലത്തിലൂടെ പ്രാണികൾ നടക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവയ്ക്ക് എങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഞാൻ അപ്പോൾ നമ്മൾ ഭാവിയിൽ ചർച്ച ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയം ഇതാണ്. അപ്പോൾ എന്തുകൊണ്ട് പ്രാണികൾ ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നു? രണ്ടാമത്തെ ഉദാഹരണം, ചേമ്പ്, ചേന മുതലായവ എന്താണ്, അവയിൽ വെള്ളം തങ്ങി നിൽക്കുന്നില്ല, അവയുടെ ഇലയിൽ വെള്ളം തങ്ങി നിൽക്കുന്നില്ല. അപ്പോൾ അത് രണ്ടാമത്തെ ഉദാഹരണം. മൂന്നാമത്തെ ഉദാഹരണം, നമ്മൾ ഒരു ബ്ലേഡ് ഒരു ജല ഉപരിതലത്തിൽ ഇടുന്നു, ഒരു വാട്ടറിന്റെ സർഫസിൽ ഒരു ബ്ലേഡ് ഇടുന്നു. അപ്പോൾ ബ്ലേഡ് ഇടുമ്പോൾ അവ എന്ത് ചെയ്യുന്നില്ല, താഴ്ന്നു പോകുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ താഴ്ന്നു പോകുന്നില്ല? ജലോപരിതലത്തിൽ ബ്ലേഡ് പോയി കിടക്കുന്നു. അപ്പൊ ഈ ഒരു 3 സിറ്റുവേഷൻ എങ്ങനെ, അതിന്റെ ആപ്ലിക്കേഷനിൽ അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇതിന് ഒരു കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മെർക്കുറി, നിങ്ങൾ മെർക്കുറി കണ്ടിട്ടുണ്ട്. മെർക്കുറിയുടെ പ്രത്യേകത എന്ന് പറയാൻ എന്താണ്, ഒരു ദ്രാവകാവസ്ഥയിലുള്ള ഒരു ലോഹം ആണ് മെർക്കുറി. അപ്പൊ ഈ മെർക്കുറിയുടെ പ്രത്യേകത, മെർക്കുറി നമ്മളൊരു പ്രതലത്തിലെടുത്ത് 2-3 തുള്ളിയായിട്ട് നമ്മൾ മെർക്കുറി ഒഴിച്ചാൽ മെർക്കുറി എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും, അവിടെ അത് കൂടിച്ചേരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ തന്മാത്രകൾ തമ്മിൽ ഒരേ ഇനം തന്മാത്രകൾ, മെർക്കുറിയുടെ തന്മാത്രകൾ ഒരേ ഇനമാണ്. അപ്പോൾ ആ മെർക്കുറിയുടെ ഒരേ ഇനം തന്മാത്രകൾ കൂടിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരേ ഇനം തന്മാത്രകൾ കൂടിച്ചേർന്നു? നേരെ മറിച്ച് വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം. നമ്മളൊരു ഈർക്കിൽ എടുക്കുകയാണ്. ഈ ഈർക്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മുക്കുകയാണ്. അപ്പോൾ ആ ഈർക്കിൽ നനയുന്നുണ്ടോ? നനയുന്നുണ്ട്.
അപ്പൊ ഈർക്കിൽ നനയുന്നുണ്ട്. അപ്പൊ ഈർക്കിലും ജലതന്മാത്രകളും തമ്മിലൊരു ആകർഷണം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അവിടെ ഒരു എന്താണ് ഈർക്കിൽ നനഞ്ഞത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയാണ്. ഈർക്കിൽ നനഞ്ഞു. നമ്മൾ കുളിക്കുമ്പോഴൊക്കെ നമ്മൾ നനയുന്നതിന്റെ കാര്യം എന്താണ്? നമ്മുടെ ബോഡിയും ജലതന്മാത്രയും തമ്മിൽ ഒരു ആകർഷണമുണ്ട് അല്ലേ? അപ്പൊ നേരെ മറിച്ച് ആ ഒരു ആകർഷണമാണോ നമ്മൾ മെർക്കുറിയുടെ തന്മാത്രകളുടെ കേസിൽ പറഞ്ഞപ്പോൾ മെർക്കുറി തന്മാത്രകൾ പരസ്പരം ചേർന്നപ്പോൾ ഉണ്ടായിരുന്നത്? അല്ല. അപ്പൊ ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. ഇങ്ങനെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്ഷനും ഫോഴ്സ് ഓഫ് അട്രാക്ഷനും വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ കോഹിഷൻ ഫോഴ്സ് എന്ന് പറയും. കോഹിഷൻ ബലം അഥവാ കോഹിഷൻ ഫോഴ്സ് എന്ന് പറയും. അപ്പൊ കോഹിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ സിമിലർ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. ഒരു സിമിലർ ടൈപ്പ് മോളിക്യൂൾസ് തമ്മിലുള്ള അവയുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്ന് പറയുന്നത് കോഹിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ മെർക്കുറി ഒരുമിച്ച് കൂടിച്ചേരുന്നത് എന്തിന് ഉദാഹരണമാണ്? കോഹ്സീവ് ഫോഴ്സിന് ഉദാഹരണമാണ്. കോഹ്സീവ് ഫോഴ്സിന് ഉദാഹരണമാണ് മെർക്കുറി കൂടിച്ചേരുന്നത്. കോഹ്സീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് സെയിം ടൈപ്പ് മോളിക്യൂൾസിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കൊഹിഷൻ അഥവാ കോഹ്സീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉദാഹരണം ഏതാണ്? മെർക്കുറിയുടെ തന്മാത്രകൾ കൂടിച്ചേരുന്നു, അല്ലെങ്കിൽ മെർക്കുറി ഒഴിക്കുമ്പോൾ കൂടിച്ചേരുന്നു. അത് ഏതിന് ഉദാഹരണമാണ്? ഈ കോഹ്സീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. നേരെ മറിച്ച് ഈർക്കിൽ നനയുന്നതും നമ്മൾ ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതാൻ സാധിക്കുന്നത്, അതേപോലെ നമ്മൾ നോട്ട് എണ്ണുമ്പോൾ വിരലുകൾ നനയ്ക്കുന്നത്, നമ്മൾ കൈവിരലുകൾ നനച്ച ശേഷം നോട്ട് എണ്ണുമ്പോൾ പ്രത്യേകത എന്തെന്ന് പറയുമ്പോൾ നോട്ട് എന്ത് ചെയ്യും? നമ്മുടെ കൈയുമായിട്ട് ഒരു ആകർഷണ ബലം ഉണ്ടാവും. അതിനുള്ള കാര്യം എന്തായിരിക്കും? അതിനുള്ള കാര്യം എന്ന് പറയുന്നത് അതാണ് നമ്മൾ ചർച്ച ചെയ്ത അടുത്ത ബലം അഥവാ അഡിസീവ് ഫോഴ്സ് അഥവാ അഡിഷൻ ബലം. അപ്പോൾ അഡിഷൻ ബലം എന്താണ്? കോഹിഷൻ ബലം എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ. അപ്പൊ അഡിസീവ് ബലം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. അപ്പൊ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം. നേരത്തെ ഈർക്കിൽ നനയുന്നത്, അപ്പൊ അവിടെ എന്താണ്? വാട്ടർ മോളിക്യൂളും ഈർക്കിലെ മോളിക്യൂളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ നമ്മൾ കൈവിരലുകൾ നനച്ച് നോട്ട് എണ്ണുമ്പോഴുള്ള പ്രത്യേകത, നമ്മുടെ കൈ നനയുന്നു. അപ്പൊ ഈ വാട്ടർ മോളിക്യൂളും ഈ നോട്ടിലെ മോളിക്യൂളും തമ്മിൽ ഒരു അട്രാക്ഷൻ വരും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വളരെ പെട്ടെന്ന് നോട്ട് എണ്ണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? അഡിസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ അഡിസീവ് ഫോഴ്സ് എന്താണ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ നമ്മൾ തുണി നനയ്ക്കുന്നതിന്റെ കാര്യം എന്താണ്? അവിടെ ഒരു അഡിസീവ് ഫോഴ്സ് ഉണ്ട്. നേരെ മറിച്ച് നമ്മളെ കുട അല്ലെങ്കിൽ ചേന, ചേമ്പ് ഇവയുടെ ഇലകളൊന്നും എന്ത് ചെയ്യുന്നില്ല? നനയുന്നില്ല. നനയത്തിന്റെ കാര്യം എന്താണ്? അവിടെ എന്തില്ല? അവിടെ അഡിസീവ് ഫോഴ്സ് കുറവാണ് എന്ന് പറയുമ്പോൾ ചേമ്പിന്റെ തന്മാത്രകളും വെള്ളവുമായിട്ടുള്ള അഡിസീവ് ഫോഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവ നനയാത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ അഡിസീവ് ഫോഴ്സ് എന്താണ്, കോഹ്സീവ് ഫോഴ്സ് എന്താണ് എന്ന് പഠിച്ചു. നേരെ മറിച്ച് നമ്മൾ വാട്ടറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്ത്? പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ നടക്കാൻ സാധിക്കുന്നു, അതേപോലെ ജലത്തിലിട്ട ബ്ലേഡ് പൊങ്ങിക്കിടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള കാര്യം എന്താണെന്ന് പറയാം? ജലത്തിന്റെ ഉപരിതലം ഒരു പാട പോലെ പ്രവർത്തിക്കും. കാര്യം എന്തായിരിക്കും? അങ്ങനെ ഒരു പാട പോലെ പ്രവർത്തിക്കണമെങ്കിൽ അവയ്ക്കിടയിൽ ഒരു ആകർഷണ ബലം വേണം. അപ്പൊ ഒരു ആകർഷണ ബലം എന്താണ്? ആ ആകർഷണ ബലമാണ് കോഹ്സീവ് ഫോഴ്സ് അല്ലെങ്കിൽ കോഹിഷൻ ബലം. അപ്പൊ കോഹിഷൻ ബലം കാരണം എന്ത് പറ്റൂടെ? ജലത്തിന്റെ തന്മാത്രകളെല്ലാം പരസ്പരം ആകർഷണ ബലത്തിലായിരിക്കും. അപ്പൊ ആകർഷണ ബലം കാരണം എന്ത് ചെയ്യും? ജലത്തിന്റെ ഉപരിതലം ഒരു പാട പോലെ വർത്തിക്കുന്നു. ഒരു പാട വർത്തിക്കുന്നത് കാരണമാണ് എന്ത് ചെയ്യുന്ന? പാടയിലൂടെയാണ് ആര് നടക്കുന്നത്? പ്രാണികളൊക്കെ നടക്കുന്നത്. അപ്പൊ അത് ഏതിന്റെ ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ എന്തിന്റെ? അത് കോഹ്സീവ് ഫോഴ്സിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ ഈ പാഠത്തിലെ ചോദ്യങ്ങൾ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ നിത്യജീവിതത്തിലെ ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ആപ്ലിക്കേഷനിലുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാവും. അപ്പോൾ കോഹിഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. ആൻഡ് വാട്ട് ഈസ് addition is the attraction between different type of molecules. Okay, ഒരു ഉദാഹരണം പറയാൻ ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും എന്താണ്? the attraction between water molecules is എന്താണ്? adhesive force അല്ല, അതെന്താണ്? കോഹ്സീവ് ഫോഴ്സ് ആണ്. അപ്പൊ നേരെ മറിച്ച് ഈർക്കിൽ നനയുന്നു, അതെന്താണ്? അതൊരു adhesive ഫോഴ്സ് ആണ്. അപ്പൊ രണ്ടിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ജലോപരിതലത്തിലൂടെ പ്രാണികൾക്ക് നടക്കാൻ സാധിക്കുന്നത് എന്ത് കാരണമാണ്? ഒരു ബലത്തിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്, പ്രതല ബലം. അപ്പൊ എങ്ങനെയാണ് പ്രതലബലം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കോഹ്സീവ് ഫോഴ്സ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ജലതന്മാത്രകളുടെ കോഹിഷൻ ബലം കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്. ജലത്തിന്റെ ഉപരിതലം അല്ലെങ്കിൽ ഒരു സർഫസ് എന്താണ്? ഒരു നേരിയ ലെയർ, ഒരു പാട പോലെ വർത്തിക്കുന്നത്.
ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അതിന് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്ന പ്രാണികൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ ക്യാപ്പിലാരിറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അതിന്റെ റീസൺ വളരെ ചർച്ച ചെയ്തില്ലെന്ന് പറഞ്ഞു. കാര്യം എന്താണ്? ക്യാപ്പിലാരിറ്റി റീസൺ ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മെർക്കുറി, നമ്മൾ ചെയ്ത മെർക്കുറിയും വാട്ടറിന്റെയും ചിത്രങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ മെർക്കുറിയും വാട്ടറും തമ്മിൽ നിങ്ങൾ നോക്കുക, എന്തൊരു വ്യത്യാസം കാണുന്നുണ്ട് അല്ലെ? അവയുടെ ഉപരിതലത്തിൽ ഒരു വ്യത്യാസം കാണുന്നുണ്ട് അല്ലെ? ആ വാട്ടറിന്റെ ഉപരിതലം അല്ലെങ്കിൽ ആ വാട്ടർ മുകളിലോട്ട് നിരപ്പിലാണ് നിൽക്കുന്നത് അല്ലെ? അവിടെ എന്താണ്? ക്യാപ്പിലർ റൈസ്. അപ്പോൾ ക്യാപ്പിലർ റൈസിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു യു ഷേപ്പ് കാണാൻ സാധിക്കും. എന്നാൽ ക്യാപ്പിലർ ഡിപ്രഷൻ നോക്കുമ്പോൾ യു അല്ല, എന്താണ്? യു തിരിഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. എന്ന് പറയുമ്പോൾ എന്താണ്? പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ അഡിസീവ് ഫോഴ്സിന്റെയും കോസീവ് ഫോഴ്സിന്റെയും ആപ്ലിക്കേഷൻ വരുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വാട്ടറിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷന് എന്താണ്? ടെസ്റ്റ് ട്യൂബിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷന് അവിടെ എന്തിനേക്കാളും കൂടുതലാണ്? അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും കൂടുതലാണ്. ടെസ്റ്റ് ട്യൂബില് കൂടെ ജലം എങ്ങനെ മുകളിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ അവിടെ വാട്ടർ മോളിക്യൂളും ടെസ്റ്റ് ട്യൂബിന്റെ മോളിക്യൂളും തമ്മിലുള്ള അഡിസീവ് ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ അഡിസീവ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ അവിടെ താഴേക്ക് വലിക്കുന്ന ആ ഒരു ഫോഴ്സിനേക്കാളും കൂടുതലായതുകൊണ്ട് അവ മുകളിലേക്ക് പോകുന്നു. അഡിസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട്. നേരെ മറിച്ച് മെർക്കുറിയുടെ കേസിൽ എന്താണ്? അവിടെ എന്ത് ഫോഴ്സാണ് കൂടുതൽ? കോസീവ് ഫോഴ്സ് ആണ് കൂടുതൽ. മെർക്കുറിയുടെ തന്മാത്രകൾ തമ്മിലുള്ള പോസിറ്റീവ് ഫോഴ്സ് ആണ് അവിടെ കൂടുതൽ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ നിരപ്പിനേക്കാളും താഴെ എന്ത് ചെയ്തിരിക്കുന്നു? മെർക്കുറിയുടെ തന്മാത്രകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അപ്പൊ നിരപ്പിൽ താഴെ നിൽക്കുന്നു. ഓക്കെ, അപ്പോ ക്യാപ്പിലർ റൈസിന്റെ കാര്യം എന്താണ്? ക്യാപ്പിലർ റൈസിന്റെ കാര്യം അഡിസീവ് ഫോഴ്സും മോളിക്യൂൾസ് തമ്മിലുള്ള അഡിസീവ് ഫോഴ്സും എന്താണ്? ക്യാപ്പിലർ ഡിപ്രഷന് കാരണം മോളിക്യൂൾ തമ്മിലുള്ള എന്ത് ഫോഴ്സുമാണ്? പോസിറ്റീവ് ഫോഴ്സുമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്യാപ്പിലർ റൈസിനെയും ഡിപ്രഷനെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്താണെന്നറിയാമോ? ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു കനം കുറഞ്ഞ ട്യൂബാണ് എടുക്കുന്നത് പറഞ്ഞു. അപ്പൊ ഈ ട്യൂബിന്റെ വീതി ഈ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? ഈ ക്യാപ്പിലർ റൈസിനെ സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ വീതി കൂടിയ ട്യൂബ് എടുക്കുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും? കൂടുതൽ വാട്ടർ കയറും അല്ലെങ്കിൽ കൂടുതൽ ലിക്വിഡ് കയറും. അവിടുത്തെ വെയിറ്റ് വർദ്ധിക്കും എന്ന് പറയുമ്പോൾ എന്താണ്? കൂടുതൽ താഴേക്കുള്ള ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ക്യാപ്പിലർ റൈസ് നടക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ക്യാപ്പിലറി റൈസ് നടക്കണമെങ്കിൽ അവിടെ എന്തായിരിക്കണം? ട്യൂബിന്റെ കനം കുറവായിരിക്കണം. ട്യൂബിന്റെ കനം കൂടിയാൽ ട്യൂബിന് കൂടുതൽ ദ്രവത്തിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും? താഴേക്കുള്ള ഗ്രാവിറ്റേഷണൽ പുള്ള് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? അതുകൊണ്ട് എന്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് അല്ലെങ്കിൽ എന്ത് വിപരീത അനുപാതത്തിലാണ്? ട്യൂബിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ട്യൂബിന്റെ വ്യാസം കൂടുമ്പോൾ അതിന് ആനുപാതികമായിട്ട് എന്ത് കുറയുന്നു? ക്യാപ്പിലറി റൈസ് കുറയുന്നു. എന്ന് പറഞ്ഞാൽ എന്ത്? ഈ തന്മാത്രകൾ തമ്മിലുള്ള അഡിസീവ് ബലത്തിന് ആ ക്യാപ്പിലർ റൈസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ കൂടുമ്പോൾ ക്യാപ്പിലറി റൈസ് സംഭവിക്കാനുള്ള സാധ്യത കുറയുന്നു. ഓക്കെ, when the diameter of the tube increases the weight also increases. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ക്യാപ്പിലറി റൈസ് കുറയും. അപ്പോൾ ക്യാപ്പിലാരിറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പാഠത്തിന്റെ അവസാന ഭാഗത്താണ് വിസ്കോസിറ്റി അഥവാ വിസ്കസ് ബലം. എന്താണ് വിസ്കോസിറ്റി അഥവാ വിസ്കസ് ബലം? ഇതിനായിട്ട് നമ്മൾ ഒരു 4 വസ്തുക്കൾ എടുക്കുകയാണ്, 4 ദ്രവങ്ങൾ എടുക്കുകയാണ്. ഒന്നാമത്തത് മണ്ണെണ്ണ അഥവാ കെറോസിൻ, രണ്ടാമത്തത് ഗ്ലിസറിൻ, മൂന്നാമത്തത് തേൻ അഥവാ ഹണി, നാലാമത്തത് വാട്ടർ. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു ക്രമ ചിത്രീകരണം കാണാൻ സാധിക്കും. ആ ചിത്രീകരണത്തിൽ കാണുന്ന പോലെ നമ്മൾ ഈ 4 പദാർത്ഥങ്ങളെയും ഒരു ചരിഞ്ഞ പ്രതലത്തിൽ നിന്ന് ഒഴിക്കും. അപ്പൊ നിങ്ങൾ കാണുന്നത് നാല് വേഗതയിലാണ് താഴേക്ക് വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് തേനിനെ നമ്മൾ നോക്കാൻ കാണുന്നത് തേനിനെ വാട്ടറിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ജലത്തിനെ അപേക്ഷിച്ച് വേഗത വളരെ കുറവാണ്. വളരെ സാവധാനം, വളരെ ബുദ്ധിമുട്ടി മാത്രമേ അതിങ്ങനെ നെരുങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ കാര്യം എന്താണ്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വിസ്കസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു ദ്രവം അല്ലെങ്കിൽ ഒരു ദ്രാവകം ഒഴുകുമ്പോൾ അവയ്ക്കിടയിൽ പല പല തട്ടുകളായിട്ടുണ്ട്, പല പല ലെയറുകളുണ്ട്. അപ്പോൾ ഈ ലെയറുകൾ നിങ്ങൾക്ക് ഒരു ചിത്രീകരണം കാണാം. അപ്പോൾ ആ ലെയറുകളിൽ കൂടെ ഒഴുകുമ്പോൾ താഴത്തെ ലെയർ മുകളിലുള്ള ലെയറിനെ ആ ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുത്താനായിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും, ഒരു ബലം അപ്ലൈ ചെയ്യും. അപ്പൊ ഈ ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുത്താനുള്ള ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലെയറുകൾ തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് ആണ് എന്ത്? റെസിസ്റ്റീവ് ഫോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. ഇപ്പൊ എന്തുകൊണ്ട് വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, ഒരു ലിക്വിഡിന്റെ ലെയറുകൾക്കിടയിൽ അവ എന്താണ് റിലേറ്റീവ് മോഷൻ നടത്തുമ്പോൾ അവിടെ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് അവ താഴത്തെ ലെയർ മുകളിലത്തെ ലെയറിലേക്ക് അതിന്റെ റിലേറ്റീവ് മോഷനിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ദ്രവങ്ങള് പലതും ഒഴുകുന്നതിന്റെ വേഗത വ്യത്യാസപ്പെടുന്നത്.
അപ്പോൾ വിസ്കോസ് ബലം ഇവിടെ ആർക്കായിരിക്കും കൂടുതൽ, തേനാണോ വാട്ടറിനാണോ? സ്വാഭാവികം ചിന്തിക്കുക, വിസ്കോസ് ഫോഴ്സ് കൂടിയ അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വളരെ പെട്ടെന്ന് താഴേക്ക് ഒഴുകാൻ സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൂടുതൽ ആർക്കാണ്? ഇവിടെ കൂടുതൽ വിസ്കോസിറ്റി കൂടുതൽ അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് കൂടുതൽ തേനിനാണ്. അപ്പൊ തേനിന് എന്ത് ചെയ്യും, ബാക്കിയുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ സമയം എടുക്കും താഴേക്ക് വരും. അപ്പോൾ ഇതാണ് വിസ്കസ് ബലം. ഈ വിസ്കസ് ബലത്തിന് സ്വാധീനിക്കുന്ന ഒരു ഘടകമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചർ. നമ്മളൊരു തേൻ കുറച്ച് ചൂടാക്കിയ ശേഷം ആണ് ഒഴിക്കുന്നതെങ്കിൽ എന്ത് പറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും, ഇവിടെ നമുക്ക് വളരെ വേഗത്തിൽ ഒഴുകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ കാര്യം എന്താണ്? കാര്യം ഇതാണ്, ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ താപം കൂടുമ്പോൾ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും, വളരെ വേഗം സഞ്ചരിക്കും. നമുക്കറിയാം ചൂടാക്കുമ്പോൾ തന്മാത്രകൾക്ക് എന്ത് കിട്ടും, ഗതികോർജ്ജം കിട്ടും എന്നൊക്കെ നമുക്കറിയാം, നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, വിസ്കോസിറ്റി കുറയും. ഓക്കെ, വാട്ട് ഈസ് വിസ്കോസിറ്റി? Viscosity is the characteristic property of a liquid to oppose the relative motion between its different layers. എന്ന് പറയുമ്പോൾ ഒരു ദ്രവത്തിന്റെ ലെയറുകൾക്കിടയിൽ അവയ്ക്കുടെ റിലേറ്റീവ് മോഷനെ, അവയുടെ സഞ്ചാരത്തെ തടയാനായിട്ട് തൊട്ട് താഴെയുള്ള ലെയർ, അതിന് താഴെയുള്ള ലെയർ ശ്രമിക്കുന്നതിന് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് വിസ്കോസിറ്റി. അപ്പോൾ വിസ്കോസിറ്റി എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ എക്സാമിനൊക്കെ ചോദിക്കുന്ന എന്നാൽ നിത്യജീവിതത്തിൽ വളരെ പ്രയോജനമുള്ള ഒരു ഉദാഹരണമുണ്ട്. ഏതാണെന്ന് ചോദിച്ചാൽ, ഷോക്ക് ഏൽക്കുന്ന ആളെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാം. ഷോക്ക് ഏൽക്കുന്ന ആളെ നമ്മൾ കൈവിരലുകളും മറ്റും തിരുമുന്നുണ്ട്. തിരുമുമ്പോൾ എന്താണ് ഒരു പ്രഥമ ശുശ്രൂഷ നൽകുന്നതിൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. കാര്യം ഇതാണ്, ഷോക്ക് ഏൽക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്ന ഒരു ദ്രവമാണ്. അപ്പോൾ ഷോക്ക് ഏൽക്കുമ്പോൾ ബ്ലഡ് എന്ത് ചെയ്യും, ബ്ലഡിന്റെ വിസ്കോസിറ്റി വർദ്ധിക്കും. വിസ്കോസിറ്റി വർദ്ധിക്കുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലഡ് ഒഴുകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കൈകാലം തിരുമി ചൂടാക്കും. ചൂടാക്കുമ്പോൾ എന്ത് പറ്റും, ചൂട് കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും, അപ്പോൾ ബ്ലഡ് ഒഴുകും. അപ്പോൾ അത് നിത്യജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഉദാഹരണമാണ്. അപ്പോൾ വിസ്കോസിറ്റി പഠിച്ചു, കാപ്പിലാരിറ്റി പഠിച്ചു, കാപ്പിലറി റൈസ് ആൻഡ് ഡിപ്രഷൻ നമ്മൾ ചർച്ച ചെയ്തു, സർഫസ് ടെൻഷൻ ചർച്ച ചെയ്തു. അപ്പോൾ ഈ പാഠത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പാഠത്തിലെ എല്ലാ ഭാഗങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആദ്യം ഈ ദ്രവങ്ങളും ബലവുമായിട്ട് ബന്ധപ്പെട്ട് ബോയൻസി പഠിച്ചു, ഫ്ലോട്ടേഷൻ പഠിച്ചു, അങ്ങനെ കാപ്പിലാരിറ്റി പഠിച്ചു. അങ്ങനെ ഈ ലിക്വിഡുമായിട്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫോഴ്സുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഈ പാഠത്തിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ട വീഡിയോകളെല്ലാം റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.